ഓക്കെ, സോ നമ്മളിപ്പോ ഒരു ഗ്രാൻഡ് ഇവന്റ് ആയിട്ട് ഇവിടെ എക്സാം ഫാമിലിയുടെ മീറ്റപ്പ് ആയിട്ടുള്ള ഒപ്പം നടക്കുകയാണ്. സോ നമ്മൾ ഓരോ സ്റ്റുഡൻസിനെ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഫാമിലീസിനെ കാണുമ്പോഴും നമുക്ക് അത്രത്തോളം സന്തോഷമാണ് വരുന്നത്. നിങ്ങൾ എല്ലാവരും അത്രയും ഒരു ഡിസ്റ്റൻസ് എല്ലാം കവർ ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം, അല്ലെങ്കിൽ മെന്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിനെ മീറ്റ് ചെയ്യാൻ, ഇവിടുത്തെ ഒരുപാട് ഇന്ററാക്റ്റീവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സോ നമുക്ക് പുതിയൊരാളെ കൂടെ, ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടീനെ കൂടെ നമുക്ക് പരിചയപ്പെടാം. ആളുടെ പേരെന്താണ്? എന്റെ പേര് പ്രയാഗീവി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ 9th പഠിക്കണത്. ഓക്കെ, ആൾ എവിടുന്നാ വരുന്നേ? തൃശ്ശൂര് ചേലക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, സോ തൃശ്ശൂരിന്ന് അത്രയും ഡിസ്റ്റൻസ് താണ്ടിയിട്ട് നമ്മളെ അടുത്തേക്ക് എത്തിയിട്ടുള്ളതാണ്. മെന്റർ ആയിട്ട് ആരാണ് വരുന്നത്? മെന്റർ അഞ്ജന മാം ആണ് വരുന്നത്. ഓക്കെ, ആള് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ നമ്മള് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിലും ക്ലാസ് കണ്ടില്ലെങ്കിലും എല്ലാം എപ്പോഴും റിമൈൻഡ് ചെയ്തോണ്ടിരിക്കും. അപ്പോ നമുക്കിത് ചെയ്യാൻ തോന്നും നമ്മള് ചെയ്തില്ലെങ്കിലും. പിന്നെ ഗ്രൂപ്പിൽ മറ്റുള്ളവരൊക്കെ ആദ്യം ഇടുന്നതിന് മുമ്പ് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡില് ഫസ്റ്റ് വരാൻ വേണ്ടിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, സോ മാമിനെ ഒന്ന് മീറ്റ് ചെയ്തില്ലേ? എന്താ തോന്നിയിട്ടുള്ളത് മാമിനെ മീറ്റ് ചെയ്തപ്പോ? മാമിനെ മീറ്റ് ചെയ്തപ്പോ വളരെയധികം സന്തോഷം. മാമെ സൗണ്ട് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോ മാമിനെ നേരിട്ട് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, സോ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന്, ഫുള്ളി ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗിലായിരുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ കാണാൻ പറ്റുന്നു, ഫേവറേറ്റ് ആയിട്ടുള്ള മെന്റേഴ്സിനെ കാണാൻ പറ്റുന്നു. സോ ഒരു ടോട്ടലി ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. ആൻഡ് ആളുടെ സ്റ്റഡീസ് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാം ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് ആള് പെർഫോമൻസ് വൈസ് ആയിട്ടാണെങ്കിലും നമ്മുടെ മെന്റർഷിപ്പ് ആണെങ്കിലും എക്സാം വൈ ഫാമിലിനെ കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ളത്? എക്സാം വൈ ഫാമിലിയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. മോനാണെങ്കിലും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ് വന്നുടനെ മിസ് എന്താണ് അയച്ചേക്കണെന്ന് വന്നുടനെ തന്നെ നോക്കും. എസ്എൻവയുടെ ക്ലാസ്സുകളൊക്കെ റെഗുലർ ആയിട്ട് കാണാറുണ്ട്. എസ്എൻവയുടെ ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സബ്ജക്ട് ഏതാണ്? ഇതുവരെ ഇല്ലാത്തപ്പോ മാത്സ് എനിക്ക് വളരെയധികം ഇഷ്ടമായി. എക്സാമിൽ ചേർന്നതിന് ശേഷമാണ് കുറച്ചും കൂടി മാത്സിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയതും മാത്സ് എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമായി മാറിയത്. കാരണം പണ്ടെന്ന് പറയുമ്പോൾ മാത്സ് ഒരു ടഫസ്റ്റ് സിലബസ്, കാരണം ബേസ് അത്ര ക്ലിയർ അല്ലായിരുന്നു. എക്സാമിൽ ചേർന്നതോടെ ബേസ് ഭയങ്കര സ്ട്രോങ്ങർ ആക്കാൻ സാധിച്ചു. പിന്നെ നമ്മൾ കുറച്ചും കൂടി ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു മാത്സ് ആണ് എക്സാമിൽ പഠിക്കുന്നത്. അപ്പോ കമ്പാരിറ്റീവ്ലി സ്കൂളിലത്തെ സിലബസ് വളരെയധികം ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ സ്കൂളിലത്തെ എക്സാംസിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലെ? തീർച്ചയായും. ഓക്കെ, സോ മാത്സ് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, കൺസെപ്റ്റ് മനസ്സിലാക്കി കൺസെപ്ഷ്യൽ ക്ലാരിറ്റിയോടെ പഠിക്കാൻ. ഓക്കെ, സോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അത് തന്നെയായിരുന്നു. സ്റ്റുഡൻസിലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയിൽ പഠിക്കാൻ കഴിയുക എന്നുള്ളതാണ്. സോ ഇനി നമ്മളുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്. ആൾക്കെല്ലാം നമ്മുടെ എക്സാം വൈനെ കുറിച്ച് റെഫർ ചെയ്യുന്ന സമയത്ത് എന്ത് ഫീച്ചർ ആണ് പറയാനുണ്ടാവുക? എക്സാം വൈയുടെ ആപ്പിലേക്ക് വരികയാണെങ്കിലും ലീഡർ ബോർഡ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, അതായത് ഒരു ക്ലാസ് കണ്ട് കഴിയുമ്പോൾ തന്നെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ഈ ക്ലാസ്സിൽ മനസ്സിലായിട്ടില്ലെങ്കിലും അതിന്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും വളരെയധികം ബെറ്റർ ഓപ്ഷനാണ്. ഞാൻ എടുത്തൊരു ഗ്രേറ്റ് ഡിസിഷൻ തന്നെയാണ്. സോ നിങ്ങൾ അറിയാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷമുണ്ട്. സോ നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് നമ്മൾക്ക് വേണ്ടി നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ഇനി ഒരുപാട് ഓഫ്ലൈൻ ഇവന്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. താങ്ക് യു.